ഹായ് ഗൈസ്, എന്നെ ഇന്നും ജോലിക്ക് വിളിച്ച്. ഞാനാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അന്നേരം എന്നെ പിന്നെ ജോലിക്ക് വിളിച്ച് ഗൈസ്. അയ്യോ, ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ വീഡിയോ. എന്നാ എന്നിട്ട് മീൻസ് ഇവിടെ മറ്റേ ലൈബ്രറിയിൽ എനിക്ക് ട്രെയിനിങ് കിട്ടി. ലൈബ്രറിയിൽ എനിക്ക് ട്രെയിനിങ് എന്ന പുള്ളിക്കാരി സിക്ക് വിളിച്ചുകൊണ്ട് എന്നെ രാവിലെ മീൻസ് കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് വൈകിട്ടത്തേക്ക് വിളിക്കുന്നതായിരിക്കും, വൈകിട്ടത്തേക്ക് വേണ്ടി. എന്നിട്ട് അയ്യോ, ഇങ്ങോട്ട് പിന്നെ ഓടിപ്പിടിച്ച് പാലൊക്കെ തേച്ച് ഓടി വന്ന് ബസ് ഒരെണ്ണം മിസ്സായി. പിന്നെ വേറെ റൂട്ടിൽ പോലുള്ള ബസ് പിടിച്ച് ഓടി വന്ന് കറക്റ്റ് സമയത്ത് പഞ്ചം ചെയ്ത് വരാണ്ടിരിക്കാൻ റെസ്റ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ഈ ആഴ്ച ഞാൻ പറഞ്ഞാൽ അവർ കുറവായിരുന്നു. അപ്പം കിട്ടിയ അവർ നമ്മൾ മാക്സിമം എടുക്കണമല്ലോ, കാരണം വലിയ പണിയും ഇല്ലല്ലോ. വരാമെന്ന് വെച്ചു. ഞാനിവിടെ ഒരു ക്യാപ്പച്ചീനോ ഇട്ട് കുടിച്ചോണ്ടിരിക്കും. മീൻസ് ഇത് ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മീൻസ് ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി പഠിച്ചതായിരിക്കും പറഞ്ഞത്. സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഒരു 2:30-3:30 വരെയാണെന്ന് തോന്നുന്നു. അത് എപ്പം വരെയൊക്കെയാണെന്ന് ചോദിക്കണം എനിക്കൊന്നത്. എന്നെ കാണാമോ? ഹലോ കാണാമോ? എന്താ ഇന്നലെ രാത്രി ഇതുവരെ എടുത്ത വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 5 ദിവസത്തെ ഉണ്ടെന്ന് എനിക്ക് കാണും. 5 ദിവസത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പയ്യത്തെ നാളെ തൊട്ട് ഇട്ട് തുടങ്ങും ഞാൻ ഓരോന്നോരോന്നായിട്ട്. ഇതുവരെയായിട്ടും വ്ളോഗ് 3 ഇട്ടിട്ടില്ല. അത് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്ന വ്ളോഗ്. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ച എഡിറ്റിങ്ങിന് വെക്കുന്ന, ലേറ്റ് ആക്കുന്ന എഡിറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 5 എണ്ണം ഡെയിലി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിങ്ങനെ അടുപ്പിച്ച് മീൻസ് കുറച്ച് എണ്ണം ആയിട്ട് ഇട്ട് തുടങ്ങാമെന്ന് വെച്ചിരിക്കുക. എൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാൽ ചിലപ്പോൾ മിക്കവാറും കുറച്ച് നാൾ ഗ്യാപ്പ് വരും. എന്തായാലും ഞാൻ ഇടയ്ക്ക് വരാം ഗൈസ്. ചുമ്മാ ഒരു പടം വരയ്ക്കാമെന്ന് വെച്ചു. എന്താ വരയ്ക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല. ഒരു ബൾബ് വരയ്ക്കാൻ ഉദ്ദേശിച്ച എൻ്റെ അകത്ത് എന്തോ എന്താണ് ഞാൻ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. അത് ശരിയാവോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. വെറുതെ ബോറടിക്കുന്നു. പേന വെച്ചുകൊണ്ട് മായ്ക്കാനും പറ്റത്തില്ല. എന്തായാലും ഞാൻ വരച്ചിട്ടൊക്കെ വരാം. കുറേ പടം വരച്ചിട്ട് പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പടം വരയ്ക്കാതെ വെച്ച്. എന്താണ് ഞാൻ വരയ്ക്കുന്നതെന്ന് എനിക്കതിന് മനസ്സിലാകുന്നു. കേസ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിങ്ങനെ കളറില്ലാത്തതുകൊണ്ട് ചിത്രത്തിനൊന്നും അങ്ങനെ തെളിച്ചം കൊടുക്കാൻ പറ്റുന്നില്ല കേസ്. എന്തായാലും ഇതിന് കുറച്ചുകൂടെ പണിയുണ്ട്. ആ പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. പടം വരെ ഏറെക്കുറെ കഴിഞ്ഞു. എന്താണ് വരച്ചതെന്ന് ചുമ്മാ ഇങ്ങനെ ഒരു ശരിക്കും പ്രോപ്പറൊന്നും ശരിക്കും ആയില്ല. എന്നാലും ഞാൻ പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഷാർപ്പ് കിട്ടി. അപ്പോൾ അത് വെച്ച് ചുമ്മാ ചന്ദ്രനൊക്കെ ചുമ്മാ ഒരു ഇത് കൊടുത്തു. അയ്യോ, അത്രയേ ഉള്ളൂ. കൊള്ളാല്ലേ? പേന ചിത്രം നന്നായിട്ട് വരയ്ക്കാൻ എനിക്ക് വിശ്വസിച്ചില്ലേ. നൈസ്. ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ വരച്ചാൽ ശരിയായില്ല. അയ്യോ, സമയമൊന്നും ആയില്ല ഗൈസ്. 10 മണി ആയതേ ഉള്ളൂ. ഇനി എൻ്റെ 4 മണിക്കൂർ 4.5 മണിക്കൂർ 2:30 വരെ ആണെങ്കിൽ 3:30 വരെ 5 മണിക്കൂർ. അയ്യോ,
ഇന്നലെയൊക്കെ ഇവിടെ ആരെങ്കിലും പുസ്തകം വായിക്കാൻ വരുന്നുണ്ടായിരുന്നു, ഇന്നിപ്പോൾ അതുമില്ല, ആരുമില്ല. എന്തായാലും കാപ്പി മൊത്തം കുടിച്ചിട്ട് പഴം പറിച്ചിരുന്ന് ഇരുന്ന് പോയി. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നൊരു പിടിയില്ല, ഇവിടെ ഒന്നും ചെയ്യാനില്ല. മറ്റിടത്ത് നമ്മൾ ചുമ്മാ തൂത്ത് നിറച്ചായിട്ട് നിൽക്കുക, ഇവിടെ അതുമില്ല. എന്തായാലും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം ഗൈസ്. പടം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരെ, ലൈക്ക് ചെയ്യുകയും ചെയ്തേരെ. ഓക്കെ ഗൈസ്. ഭയങ്കര ബോറടി, ഭയങ്കര ബോറടി. ഇവിടെ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കുമ്പോൾ മീൻസ് ഇതിലേ വന്നിട്ട് മീൻസ് ഇതിലേ കൂടെ ഇങ്ങനെ ആൾക്കാർ അപ്പുറത്തോട്ട് പോകും, ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ അത് വിചാരിക്കും ഇങ്ങോട്ട് ഞാൻ കസേര എണീറ്റ് ഞാൻ നിൽക്കും. എന്നിട്ട് അവരതിൽ പോകുമ്പോൾ ഞാൻ തിരിച്ചു പിന്നെ കസേര വന്നിരിക്കും. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് വെച്ചാൽ പണ്ട് നമുക്ക് നാട്ടിലൊരു കടയുണ്ടായിരുന്നു, ചേട്ടയുടെ കടയാണ്. അവിടെ ഇരിക്കുന്ന ഓർമ്മ വരുന്നു. അവിടെ ഞാൻ മിക്കപ്പോഴും പോകുന്നത് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ പോയിരിക്കുന്നത്. ഇങ്ങനെ രാവിലെ പോയി കട തുറക്കും. ഈ തിരക്ക് ചില സമയം സീസൺ മീൻസ് ക്രോക്കറിയും പിന്നെ അങ്ങനത്തെ ഗിഫ്റ്റ് ഷോപ്പാണ്. അപ്പം എപ്പോഴും ഇന്ന് തിരക്ക് കാണില്ല. ഇപ്പം സീസൺ അല്ലാത്ത സമയത്ത് ഭയങ്കര മൂകതയാണ്, മീൻസ് ആരും കാണില്ല അവിടെ. ഒരുമാതിരി ഈച്ചായിട്ടിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. ചിലപ്പം ആരെങ്കിലും റീചാർജ് കൂപ്പൺ വാങ്ങിക്കാൻ ആരെങ്കിലും വന്നെങ്കിലേ ഉള്ളൂ. അന്നേരത്തെ അവസ്ഥ എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കും, രാവിലെ പോയി കട തുറക്കും, വെറുതെ ഇരിക്കും ചുമ്മാ. അന്നും ഇങ്ങനെ തന്നെ നമ്മുടെ കടയുടെ അതിലിങ്ങനെ പാസ് ചെയ്ത് ആൾക്കാർ പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ടാന്ന് ചോദിച്ച് വലിയ കാര്യത്തിന് എണീറ്റിരിക്കുമ്പോഴത്തേക്കും അവർ അതിൽ കൂടെ നടന്ന് അപ്പുറത്തോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ അവസ്ഥ. ഇപ്പം നമ്മുടെ കടയിൽ എന്നാലും ആരെങ്കിലും എന്തെങ്കിലും മേടിക്കുമ്പോൾ ഒരു സന്തോഷം, അത് 2-3 സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. കടയിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ കടയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ചെറിയ കാര്യത്തിലാണെങ്കിലും വരുമ്പോഴേ ഒരു എന്തെങ്കിലും വിറ്റ് പോയാലൊരു സന്തോഷം വരുമായിരുന്നു. പിന്നലേക്കാണേലും നേരത്തെ അടച്ചിറങ്ങിയപ്പം എനിക്ക് അത് ഓർമ്മ വന്നത്. അങ്ങനെ തിരക്കില്ലാത്തപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിക്കുമായിരുന്നു, അമ്മയെ വിളിച്ച് ചോദിക്കും. അമ്മയെ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. അമ്മയിലെ ചേട്ടായിക്ക് വിളിച്ച് ചോദിക്കും കച്ചവടം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. വലിയ കാര്യമായിട്ടില്ലെങ്കിൽ അടച്ചു പോരെന്ന് പറയും. അതേ അവസ്ഥ ഇവിടെ ഇരിക്കുമ്പം അന്നത്തെ കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ശരിക്കും അവിടെ ഇരിക്കുന്ന സെയിം ഫീലിങ്. ഇത് ഫുഡാന്നേ ഉള്ളൂ, അത് ക്രോക്കറി ആയിരുന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സമയം ഭയങ്കര പയ്യെ പോകും, അത് അല്ലെങ്കിലും അങ്ങനെ ആവശ്യമില്ലാത്ത സമയം ഭയങ്കര പയ്യെ പോകും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് പോകും. എന്തായാലും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം ഗുയ്സ്. ഇവിടെ തിരക്കായി ലൈബ്രറിയിൽ, അത്യാവശ്യം തിരക്കായി ലൈബ്രറിയിൽ. ആൾക്കാർ വന്നു തുടങ്ങി. നമ്മുടെ ഇവിടെ കോഫി കുടിക്കാനായിട്ട് ആൾക്കാർ ഒരുപാട് വരുന്നില്ല, എന്നാലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് വന്നു. ഇന്നലത്തേക്കാളൊക്കെ തിരക്കുണ്ട്. 3 മണി ആവുന്ന 2:45 അപ്പോൾ ഞാൻ പയ്യെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഇപ്പം മാനേജർ വിളിച്ചിട്ട് ചോദിച്ചു വൈകിട്ടും കൂടെ നിൽക്കാമെന്ന് ചോദിച്ചു അപ്പുറം. അപ്പോൾ ഇതേ നേരം അങ്ങോട്ട് പോകും. ഇന്നലെ എന്നെ വിളിച്ചു, സിനിമയ്ക്ക് പോയപ്പോഴത്തേക്കും വിളിച്ചായിരുന്നേ. സിനിമ കാണാൻ കയറി ടിക്കറ്റ് എടുത്ത് അത് കയറി കഴിഞ്ഞപ്പോൾ വിളിച്ചത്. തൊട്ട് മുന്നേ ടിക്കറ്റ് എടുക്കാൻ മുന്നേ വിളിക്കാണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ്, തൊട്ടടുത്ത് തന്നെയാണല്ലോ. കയറിയോണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറിയോണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ചത്തെ അവർ ഓക്കെ ആവും, ഫുൾ ടൈം തന്നെ കിട്ടും. അവർ കുറഞ്ഞ പോയത് തിരിച്ച് കിട്ടി. എനിക്ക് അറിയായിരുന്നു എങ്ങനെയായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ സാധാരണ എപ്പോഴും അങ്ങനെ സംഭവിക്കാറുള്ള, കുറച്ചിട്ടാലും എന്നെ എപ്പോഴും വിളിച്ച് 40 മണിക്കൂർ തന്നെ ആക്കും. അപ്പോൾ ഏതായാലും ഞാൻ പയ്യെ ക്ലീനിങ് തുടങ്ങട്ടെ. ക്ലീനിങ് കഴിഞ്ഞിട്ട് അടച്ചിട്ട് ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്യും. അപ്പം ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് വരാം ഗൈസ്.
ഓക്കെ ഗൈസ്, ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അത് ഗേറ്റ് ഇത് അടച്ചു. ഇതിൽ ഞാൻ ഇറങ്ങിയിട്ട് ബാക്കി പറയാം. ഗൈസ്, അടച്ചിറങ്ങി. രാവിലെ കൊണ്ടുപോയ പേസ്ട്രീസ് കുറച്ച് തിരിച്ചു കൊണ്ടുപോയി ഉടഞ്ഞിപ്പോൾ അവിടെ കൊണ്ട് അവർ വിറ്റോളൂ. ഇനി പോയിട്ട് എനിക്ക് കഴിക്കണം, ഫുഡ് കഴിക്കണം. എന്നോട് ഇങ്ങോട്ട് കൊണ്ട് ഫുഡ് തരണമെന്ന് ചോദിച്ചതാണ്, പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണാം, എപ്പോഴേലും കാണാം. അപ്പോൾ ശരി എന്നാൽ.